സോ ഇതാണ് ഒരു 9 hour ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴുള്ള എൻ്റെ ഫേസ്. ലുക്ക് ഹൗ ഡ്രൈ ആൻഡ് ഡൾ ദിസ് ഈസ്. സോ ഈ ഒരു ഫേസിനെ ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞുതരാം. ഈ ഒരു പ്രോസസ്സിന് ഞാൻ ആകെ ഒരു 3 പ്രൊഡക്ട്സേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ്. So this is my face after just washing it with the face wash. Now let's bath and come back for the other 2 steps. So ഇതാണ് എൻ്റെ ഫേസ് ആഫ്റ്റർ ബാത്ത്. ഇത് ഇപ്പോഴും ഡൾ ആൻഡ് എന്താ പറയുക ഡ്രൈ ആണ്. സോ ഇപ്പോഴാണ് നമ്മൾ മറ്റേ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ് ഒന്നും കൂടി നല്ലോണം ക്ലെൻസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫേസ് വാഷ് ഓൾറെഡി ചെയ്തതല്ലേ പിന്നെ ഇതിനെ ഒന്നും കൂടി ക്ലെൻസ് ചെയ്യണമെന്ന്. ലെറ്റ് മീ ഷോ യു. റോസ് വാട്ടർ ജെല്ലാണ് യൂസ് ചെയ്യണത്. ഒരു കോട്ടൺ വൈപ്പ് എടുക്കുക. സോ ഇതിങ്ങനെ കുറച്ച് നേരം മുഖത്തിരിക്കണം, ഒരു 2-3 മിനിറ്റ്സ്. സോ ഇനി നമുക്കിത് വെച്ച് തുടക്കാം. ജോലി സ്ഥലത്തെ എല്ലാ അഴുക്കും പൊടിയൊക്കെ ഇപ്പോൾ ഈ പഞ്ഞിയിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതുകൊണ്ടാണ് ഫേസ് വാഷും കുളിയും മാത്രം പോരാ, ക്ലെൻസിങ്ങും വേണം എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. നൗ ദ തേർഡ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫേസിൽ ഇത് സ്പ്രേ ചെയ്യണമെന്നുള്ളതാണ്. ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് ദിസ്. സോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ എൻ്റെ ഒരു റീഫില്ലബിൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് മുഖത്തോട്ട് സ്പ്രേ ചെയ്യണത്. സോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. സോ ഇതാണ് എൻ്റെ 1 and only സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.